അടുക്കളയിൽ ജോലിയിലായിരുന്ന റെജീല ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടാണ് ഓടി വന്നത്. ഹലോ, ആരാണ്? ഹലോ, ഞാൻ ഫസീല. ഓർമ്മയുണ്ട് എന്നെ? പണ്ട് കൂടെ പഠിച്ച കൂട്ടുകാരിയാണ് ഫസീല. റെജീലയും ഫസീലയും കുറേ നാളത്തിന് ശേഷമാണ് സംസാരിക്കുന്നത്. ആ, നിന്നെ മറക്കാൻ പറ്റൂടി ഫസീലെ. നിനക്ക് സുഖാണോ? ആടി, എത്ര നാളായി കണ്ടിട്ടല്ലേ? അതേടി. പിന്നെ നിന്റെ ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? കിട്ടാൻ വിളിക്കാറുണ്ടോ? സുഖമാണോ അങ്ങേർക്ക്? എവിടെ മക്കളൊക്കെ? ഓഫ്, നീ എല്ലാം കൂടി ഒറ്റ ശ്വാസം ചോദിച്ചാൽ എങ്ങനെയാടി? നിർത്തി നിർത്തി ചോദിക്കണ്ടേ? അയ്യോ സോറി ഡി, നീ വിളിച്ച സന്തോഷത്തിൽ ഞാൻ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചു പോയതാ. സോറി നിന്റെ കെട്ടിയവനെ കൊണ്ടേ കൊടുക്ക്, അവളൊരു സോറി. നിനക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ ഫസീല. ഇപ്പോഴും പഴയ സ്വഭാവമുണ്ടോ? എന്ത് സ്വഭാവം? അല്ല, ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന. ഓ, അതൊക്കെ ഒരു രസമല്ലേടി. ഉവ്വ ഉവ്വ, നിന്റെ കെട്ടിയൻ ഒരു ചൊക്കനായതുകൊണ്ട് കൊള്ളാം. പിന്നെ ഇപ്പം എങ്ങനെ പോകുന്നു നിന്റെ കള്ളക്കളിയൊക്കെ? ആ, തരക്കേടില്ല. എന്താ റെജീല, നിനക്ക് വേണോ? ഓ, നോക്കണം. എത്ര നാളെന്നും പറഞ്ഞാൽ ഇങ്ങനെ നടക്കുക. അങ്ങേർക്ക് അവിടെ ഇരുന്ന് വീഡിയോ കോൾ വിളിച്ചാൽ മതിയല്ലോ. അത് കൊള്ളാലോ. അതത്ര നല്ലതല്ലോ. ആ, എന്തു കൊള്ളാന്ന്? അങ്ങേർക്ക് കുഴപ്പമില്ല. അങ്ങയുടെ കാര്യം സഹിച്ച് അങ്ങ് പോകും. എനിക്കും ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളുണ്ടെന്ന് അയാൾക്ക് ഒരു ബോധവും ഇല്ല. എന്നാൽ പിന്നെ നീ ആരെങ്കിലും നോക്കടി, അതേ നടക്കൂ, അവൾ പറഞ്ഞു. ശരിയടി, ഞാൻ നിന്നെ വിളിക്കാട്ടോ. കിച്ചണിൽ കുറച്ച് ജോലിയുണ്ട്. നീ വിളിച്ചപ്പോൾ ഓടി വന്നതാ. റെജീല ഫോൺ വെച്ചിട്ട് കിച്ചണിലേക്ക് പോയി. വീട്ടിൽ റെജീലയുടെ ഉമ്മയും മാത്രമേ ഉള്ളൂ. ഉമ്മ അയലത്തെ വീട്ടിലെവിടെ പോയിരുന്നു. അവർക്കൊപ്പം പരദൂഷണം പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ വൈകുന്നേരം നോക്കിയാൽ മതി. അവരുടെ ഒരു കൂട്ടുകാരി അയലത്തുണ്ട്. അവരുടെ വീട്ടിൽ നിന്ന സംസാരവും ഭക്ഷണവും എല്ലാം. ഉച്ചയാകുമ്പോൾ റെജീല ഭക്ഷണം അയലത്തെ വീട്ടിൽ കൊണ്ടേ കൊടുക്കും. സ്വന്തം വീട്ടിലെ ആഹാരമേ തള്ളയ്ക്ക് ഇറങ്ങൂ. എന്നാലും ഉറങ്ങാനല്ലാതെ വീട്ടിൽ വരാറില്ല. അങ്ങനെ ഒന്ന് സംസാരിക്കാൻ പോലും ആരുമില്ല. ആകെ ഒറ്റപ്പെട്ട അവസ്ഥയാണ് നമ്മുടെ റെജീല താത്തയ്ക്ക്. റെജീല കാണാൻ സുന്ദരിയാണ്. വയസ്സ് 30. കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളുകൾ പുള്ളിക്കാരൻ നാട്ടിലുണ്ടായിരുന്നപ്പോഴും അയാളുടെ കാര്യം നടത്തി വേഗം കിടന്നുറങ്ങും. റെജീലയെ തിരിഞ്ഞു നോക്കാറുകൂടിയില്ല. അയാൾ ഗൾഫിലേക്ക് തിരിച്ചുപോയി. കുറച്ച് നാളു മുമ്പ് എന്തോ ആവശ്യത്തിനായി സ്വന്തം വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ രാത്രിയായി. ബസ്സിലാണ് വന്നത്. അന്ന് ബസ്സിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല. ആകെ ഉന്തും തള്ളുമൊക്കെയായി ആളുകൾ നിറഞ്ഞു നിൽക്കുന്നു. അന്ന് ആ ബസ്സിൽ വെച്ച് ഒരു ചെക്കൻ ചില കലാപരിപാടികൾ ഒപ്പിച്ചു. അതിനുശേഷം ഇപ്പോൾ ഫസീലെ വിളിച്ചപ്പോൾ അവൾക്ക് പിന്നെയും ആരെങ്കിലും ഒന്ന് കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് മനസ്സിൽ ആഗ്രഹം വന്നു. ഉമ്മ എന്തായാലും രാവിലെ പോയാൽ വൈകുന്നേരം മാത്രമേ വരൂ. അപ്പോൾ അത്രയും നേരത്തെ സമയം കിട്ടും. കെട്ടിയോൻ രാത്രിയിലല്ലേ വിളിക്കൂ. അങ്ങനെ ഒരു പയ്യനെ വളക്കാൻ റെജീല തീരുമാനിച്ചു. റെജീല പണ്ട് ഫാർമസി കോഴ്സ് പഠിച്ചിട്ടുള്ള ആളാണ്. ഫാർമസിസ്റ്റാണ്. അതുകൊണ്ട് അവളുടെ സർട്ടിഫിക്കറ്റ് കവലയിൽ ഒരു മെഡിക്കൽ ഷോപ്പിൽ വെച്ചാണ് അവിടെ ഷോപ്പ് ഓപ്പൺ ചെയ്തത്. അതുകൊണ്ട് അവളാണ് അവിടുത്തെ ഫാർമസിസ്റ്റ്. മാസത്തിലൊരിക്കൽ ബില്ല് സൈൻ ചെയ്യാൻ പോയാൽ മതി. ക്യാഷ് വീട്ടിലെത്തും. അവൾക്ക് വേണമെങ്കിൽ അവിടെ പോയി ഇരിക്കാം. അപ്പോൾ എന്തായാലും വീട്ടിലിരുന്നാൽ ഒരുത്തരെയും കാണാനോ സംസാരിക്കാനോ പറ്റില്ല. അപ്പോൾ ഷോപ്പിൽ പോകാം. അവിടെ വരുന്ന സ്ഥിരം കസ്റ്റമേഴ്സ് ആരെങ്കിലും കാണുമല്ലോ. അവരെ ആരെങ്കിലും സെറ്റാക്കി കാര്യം സാധിക്കാം എന്ന ആലോചനയിൽ അവൾ പിറ്റേ ദിവസം ഉമ്മയ്ക്കുള്ള ആഹാരമെല്ലാം ഉണ്ടാക്കി വെച്ച് ഷോപ്പിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ പുതിയൊരു സ്റ്റാഫ് തലേ ദിവസം വന്നതേ ഉള്ളൂ. ഒരു ചെക്കൻ, ഒരു 25 വയസ്സ് വരും. വെളുത്ത പയ്യനാണ്. ഞാൻ അവനെ പരിചയപ്പെട്ടു. അവൻ്റെ പേര് മഹേഷ് എന്നാണ്. നല്ല കമ്പനിയായി. ആളൊരു തമാശക്കാരനാണ്. അവനോട് സംസാരിച്ചാൽ നമ്മൾ അറിയാതെ ചിരിച്ചു പോകും. അത്രയ്ക്കും രസികനാണ്. എന്തായാലും അവനെ പാട്ടിലാക്കാൻ അവൾ തീരുമാനിച്ചു. അവിടെ പോകുന്നത് പോലും അതിനാണ്. ഷോപ്പിനുള്ളിൽ ഒരു സ്റ്റോറുണ്ട്. അവിടെ സ്റ്റോക്ക് നോക്കാനും എക്സ്പയറി സാധനങ്ങൾ കൊണ്ടുവയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. എന്നും രാവിലെ ഷോപ്പ് തുറക്കുമ്പോൾ
എല്ലാ മെഡിസിനും സ്റ്റോക്ക് നോക്കി കുറവുള്ളത് സ്റ്റോറിൽ നിന്നും എടുത്ത് ഷോപ്പിലെ മരുന്ന് പെട്ടിയിൽ നിറച്ചിട്ടേ സ്റ്റോക്ക് നോക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ സ്റ്റോറിൽ ആരെങ്കിലും പോയാൽ അന്ന് മുഴുവൻ അവർക്കവിടെ പണി കാണും. അത്രയ്ക്കുണ്ട് നോക്കാൻ. മാസത്തിൽ ഒരിക്കൽ മാത്രമേ സ്റ്റോക്ക് നോക്കാറുള്ളൂ. അന്ന് ചിലപ്പോൾ ഞാനുണ്ടാകും, ഇല്ലെങ്കിൽ അവരൊക്കെ നോക്കിക്കോളും. ഇത്തവണ അതെനിക്കൊരവസരമായി. അതിനു മുമ്പ് അവനെ, അതായിരുന്നു എൻ്റെ മനസ്സിൽ. അങ്ങനെ രാവിലെ സുന്ദരിയായി ഞാൻ കടയിലെത്തി. ബില്ലുകൾ സൈൻ ചെയ്യണമല്ലോ. അതൊക്കെ ചെയ്യാനായി അവിടെ എനിക്കൊരു കസേരയുണ്ട്. അവിടെ ഇരുന്ന് സൈൻ ചെയ്യാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് അവനെ ഞാൻ നോക്കുന്നുണ്ട്. അവൻ ഇടയ്ക്കിടയ്ക്ക് മരുന്നുകൾ എടുക്കാൻ ലാഡറിട്ട് മുകളിൽ കയറി ഇറങ്ങുന്നു. എൻ്റെ അടുത്ത് വന്ന് മെഡിസിൻ എടുക്കാൻ വന്നപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, മഹേഷ്, മുമ്പ് എവിടെയാണ് നീ ജോലി ചെയ്തത്? അതല്പം ദൂരെയാണ് ചേച്ചി. പിന്നെ പോയി വരാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ അവിടെ നിർത്തിയത്. അങ്ങനെ 2-3 ദിവസം കടന്നുപോയി. ഒരു ദിവസം ഒരു 35 വയസ്സുള്ള ഒരാൾ വന്നു. കൗണ്ടറിൽ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. മഹേഷ് അകത്ത് സാധനങ്ങൾ അടുക്കുകയായിരുന്നു. അയാൾ വന്നു നിന്ന് പരുങ്ങുന്നു. എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ആകെ അയാൾ വീർക്കുന്നു. പയ്യനില്ലേ? അയാൾ ചോദിച്ചു. മഹേഷേ, നിന്നെ ആരോ അന്വേഷിക്കുന്നു, ഓണർ ചേച്ചി വിളിച്ചു പറഞ്ഞു. അവൻ വന്നു. അവനോട് രഹസ്യമായി അയാൾ എന്തോ പറഞ്ഞു. അയാൾ ആവശ്യപ്പെട്ടത് അവൻ എടുത്തു പൊതിഞ്ഞു കൊടുത്തപ്പോൾ മനസ്സിലായി അത് മറ്റേതാണെന്ന്. തിരിച്ച് സാധനങ്ങൾ എടുക്കാൻ എൻ്റെ തൊട്ടടുത്താണ് അവൻ വന്നത്. മഹേഷ്, അയാൾക്ക് എന്താ വേണ്ടത്? നീ എടുത്തു കൊടുക്കുന്നത് കണ്ടല്ലോ. അയാൾക്ക് മറ്റുള്ളവരോട് പറയാൻ വയ്യ, നിന്നോട് മാത്രമേ പറയത്തുള്ളൂ. നിൻ്റെ സ്ഥിരം കസ്റ്റമർ ആണോ? ഏയ് അല്ല ചേച്ചി, അയാൾക്ക് മറ്റേ സാധനം വേണം, അതിന് വന്നതാ. മറ്റേ സാധനമോ? അതെന്താ, സാധനത്തിൻ്റെ പേരില്ലേ? ഒന്നും അറിയാത്ത പോലെ ഞാൻ അഭിനയിച്ചു. അത് ചേച്ചി ഉറ, അവൻ പറഞ്ഞു. ഉറയോ? കയ്യുറയാണോ? അല്ല. അവനൊന്ന് പറയാൻ മടിച്ചു. എന്താടാ നീ മിണ്ടാത്തത്? ഞാൻ വീണ്ടും ചോദിച്ചു. ചേച്ചി, കവറാണ് അയാൾ മേടിച്ചത്. ഓ, ഇത്രയേ ഉള്ളൂ? ഇതിനാണോ നീ കിടന്ന് പരിങ്ങിയത്? വിൽക്കാനല്ലേ വാങ്ങിച്ചു വച്ചിരിക്കുന്നത്. അയാൾക്ക് ലേഡീസിനോട് പറഞ്ഞാലും കുഴപ്പമില്ലല്ലോ. അവൻ ഒരു കള്ളച്ചിരിയോടെ എന്നെ നോക്കി. ഞാനൊന്നും മിണ്ടില്ല. അവൻ നോക്കട്ടെ എന്ന് കരുതി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു, നമുക്ക് സ്റ്റോക്ക് നോക്കാൻ പോയാലോ മഹേഷേ? അവൻ ഓക്കെ പറഞ്ഞു. ഓണർ ഒരു ചേച്ചിയാണ്. അവരോട് ഞാൻ പറഞ്ഞു, ചേച്ചി, മഹേഷിനെ കൊണ്ട് സ്റ്റോക്ക് നോക്കാൻ പോവുകയാണേ. കൗണ്ടറിൽ ഒന്ന് ചേച്ചി കൂടി നോക്കണേ. കടയുടെ ആവശ്യമാണല്ലോ. അവർ ഓക്കെ എന്ന് കൈ കാണിച്ചു. ഞാൻ അവനോട് പറഞ്ഞു, വാട മഹേഷേ, നമുക്ക് പോകാം എന്നും പറഞ്ഞ് ഞാൻ വിളിച്ചു. അവൻ ഒന്നും പറയാതെ എൻ്റെ കൂടെ വന്നു. അകത്ത് കയറിയ പിന്നെ പുറത്ത് നടക്കുന്നൊന്നും അകത്തോ, അകത്ത് നടക്കുന്നൊന്നും പുറത്തോ കേൾക്കില്ല. അത്രയ്ക്ക് സേഫ് പ്ലേസാണത്. അല്ലടാ, നീ ഒന്നും കഴിക്കാറില്ലേ? എന്താ നീ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത്? ഞാൻ അവനോട് ചോദിച്ചു. അത് എന്താണെന്ന് അറിയില്ല ചേച്ചി, എത്ര കഴിച്ചാലും തടിയിൽ പിടിക്കില്ല. ഞാൻ പലതും കഴിച്ചു നോക്കി. അതിനിങ്ങനെ വാരി വലിച്ച് കഴിച്ചിട്ടൊന്നും കാര്യമില്ല. ആദ്യം കയ്യിലിരിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊഴിവാക്ക്, എന്നാലേ ശരിയാവൂ, ഞാൻ പറഞ്ഞു. അയ്യോ ചേച്ചി, ഞാൻ വലിക്കാറ് പോലുമില്ല, എനിക്കൊരു കയ്യിലിരിപ്പുമില്ല, അവൻ പറഞ്ഞു. ഡാ പൊട്ട, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ ചോദ്യം മനസ്സിലാക്കിയവൻ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു, ഒന്ന് പോ ചേച്ചി, അതൊന്നുമില്ല, ഞാൻ അത്രക്കാരനൊന്നും അല്ലട്ടോ. ഓ, ഒരു പുണ്യാളം വന്നിരിക്കുന്നു. നിൻ്റെയൊക്കെ പ്രായം കഴിഞ്ഞിട്ടാ ഞാനിവിടെ എത്തിയത്. നീ വല്ലാതെ ഇങ്ങോട്ട് തള്ളണ്ടട്ടോ. അത് പിന്നെ വല്ലപ്പോഴും ഒക്കെ. അല്ല, ചേച്ചിയുടെ ഭർത്താവ് എവിടെയാ? അവൻ എന്നോട് ചോദിച്ചു. അങ്ങേര് ഗൾഫിലാ, ഞാൻ പറഞ്ഞു. അത് കേട്ടതും അവൻ അവിടെ നിന്നും ചിരിക്കാൻ തുടങ്ങി. എന്താടാ നീ ഇങ്ങനെ ചിരിക്കുന്നത്? അതിന് ഞാൻ എന്ത് ചെയ്തു? അല്ല ചേച്ചി, അങ്ങനെ നോക്കിയാൽ ചേച്ചിയും ഇപ്പോൾ ഒരുപാട് മെലിയേണ്ടതാണല്ലോ, അതോർത്ത് ചിരിച്ചതാ. അതും പറഞ്ഞ് അവൻ എന്നെ കളിയാക്കിക്കൊണ്ടിരുന്നു. ഡാ കള്ള, നീ എനിക്കിട്ടൊന്ന് വെച്ചല്ലേ, കൊള്ളാം. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും തുല്യരാ, ഞാൻ പറഞ്ഞു. ആര് പറഞ്ഞു തുല്യരാണെന്ന്?
ഞാൻ ഇപ്പോഴും കൊച്ചുകുട്ടിയാ. ഒരു കയ്യബദ്ധം പോലും എനിക്ക് പറ്റിയിട്ടില്ല. ചേച്ചി അങ്ങനെയല്ലല്ലോ, എല്ലാം അടിച്ചു പൊളിച്ചില്ലേ. ഏ ഒന്ന് പോട ചക്ക, നീ വിചാരിക്കുന്ന പോലെ അടിച്ചുപൊളിയൊന്നുമില്ല. ഏ അതെന്താ ചേച്ചി, അതെന്തു പറ്റി? അത് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, അങ്ങേര് ഗൾഫിലാണെന്ന്. പിന്നെ എങ്ങനെ അടിച്ചു പൊളിക്കാനാ? ഞാൻ ചെറിയ സങ്കടത്തോടെ അവനോട് പറഞ്ഞു. എൻ്റെ സങ്കടം കണ്ട് അവനെൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അവൻ എൻ്റെ അടുത്തേക്ക് വന്ന് എന്നെ സമാധാനിപ്പിച്ചു. ഞാൻ ആ അവസരം മുതലെടുത്ത് ഞാൻ കൂടുതൽ അവനിലേക്ക് അടുത്തു. പെട്ടെന്ന് ഓണർ വന്ന് അവനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയി. ഒരു മയത്തിൽ ഞാൻ അവനെ എന്നിലേക്ക് എത്തിച്ചതായിരുന്നു. ആ ഓണർ എല്ലാം നശിപ്പിച്ചു. ഞാൻ വീണ്ടും അവൻ വരുന്നത് കാത്ത് മരുന്നുകൾ അടക്കി വെച്ചുകൊണ്ടിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം അവൻ വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്നു. പക്ഷേ ആ വരവിൽ അവൻ എന്നോട് ഒന്നും സംസാരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടായിരുന്നില്ല. ഡാ, എന്തു പറ്റി നിനക്ക്? ഞാൻ അവനോട് ചോദിച്ചു. അവൻ എനിക്ക് കണ്ണുകൊണ്ട് മുകളിലുള്ള ക്യാമറ കാണിച്ചു തന്നു. അപ്പോഴാണ് അവിടെ ക്യാമറ ഉണ്ടെന്ന കാര്യം ഞാൻ അറിയുന്നത്. ഞാനൊരു മരുന്ന് പെട്ടി എടുത്തുകൊണ്ട് അവൻ്റെ അടുത്ത് പോയി നിന്ന് അറിയാത്ത പോലെ അവനോട് ചോദിച്ചു, എന്താടാ, എന്താ ഉണ്ടായത്? അത് ചേച്ചി, നമ്മൾ സംസാരിച്ച് നിൽക്കുന്നത് ഓണർ ക്യാമറയിലൂടെ കണ്ടു, അതിനെ വിളിച്ചതാ. അയ്യോ, എന്നിട്ട് വഴക്കുവല്ലതും പറഞ്ഞോടാ? ഏയ് ഇല്ല, പക്ഷേ ഇനി ഞാൻ തുടർന്നാൽ പ്രശ്നമാ ചേച്ചി. അങ്ങോട്ട് പോക്കോ, ഞാൻ ഇതൊക്കെ ഒന്ന് അടക്കി വെക്കട്ടെ. അവൻ പേടിച്ചെന്നെ അവൻ്റെ അടുത്തു നിന്നും പറഞ്ഞു വിട്ടു. ഞാനായിട്ട് ഇനിയൊരു പ്രശ്നം ഉണ്ടായിണ്ടെന്ന് വെച്ച് ഞാൻ പിന്നെ അവനോട് അവിടെ വെച്ച് സംസാരിക്കാൻ നിന്നില്ല. പക്ഷേ അവൻ പലപ്പോഴായി എന്നെ തിരിഞ്ഞും മറിഞ്ഞും നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഫുഡ് കഴിക്കാനായി ഞാനും അവനും പുറത്തിറങ്ങി. ഞാൻ എന്നും വീട്ടിൽ നിന്നാണ് ചോറ് കൊണ്ടുവരുന്നത്. ഞാൻ അവിടെ ഒരു ടേബിളിലിരുന്ന് ചോറ് കഴിക്കാൻ തുടങ്ങി. അവനപ്പോൾ ഫുഡ് കഴിക്കാനായി ഹോട്ടലിലേക്ക് പോയി. എൻ്റെ മനസ്സ് മുഴുവൻ ഇന്ന് തന്നെ വലുത് നടക്കണമെന്ന ഒറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ. ഓണർ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ പോയി. അവൻ ഫുഡ് കഴിച്ചിട്ട് വരുന്നതും കാത്ത് ഞാൻ ഇരുന്നു. അങ്ങനെ അവൻ വന്നപ്പോൾ അവൻ്റെ കൂടെ അവൻ്റെ ഒരു കൂട്ടുകാരനും ഒപ്പം ഉണ്ടായിരുന്നു. എന്നെ കണ്ട അവൻ്റെ കൂട്ടുകാരൻ അവനോടെന്തോ പറയുന്നത് ഞാൻ കണ്ടു. പക്ഷെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അവൻ നേരെ കടയിലേക്ക് കയറി ഒരു കവറെടുത്ത് അവന് പൊതിഞ്ഞു കൊടുത്തു. അവൻ്റെ കൂട്ടുകാരൻ അതും വാങ്ങി എന്നെ ഒന്ന് നോക്കി ചിരിച്ച് അവൻ പോയി. എന്താടാ അവൻ എന്നെ നോക്കി നിന്നോട് പറഞ്ഞത്? ഞാൻ അവനോട് ചോദിച്ചു. ഏയ് ഒന്നുമില്ല ചേച്ചി, അവൻ എനിക്ക് മുഖം തരാതെ പറഞ്ഞു. ഡാ പറ, എന്താ അവൻ എന്നെക്കുറിച്ച് നിന്നോട് പറഞ്ഞത്? പറഞ്ഞില്ലെങ്കിൽ ഇനി ഞാൻ ഒരിക്കലും നിന്നോട് മിണ്ടില്ല. അത് ചേച്ചി, ഞാനിപ്പോൾ എങ്ങനെയാ അത് പറയാ? നീ പറ, എന്താണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല, ഞാനൊന്ന് കേൾക്കട്ടെ. അത് പിന്നെ അവൻ പറയുക, നിനക്ക് കോളടിച്ചല്ലോ, നല്ലൊരു ചേച്ചിയാണല്ലോ നിനക്ക് കിട്ടിയതെന്ന്. ഏ സത്യം പറയടാ, അവൻ അത് തന്നെയാണോ പറഞ്ഞത്? അത് പിന്നെ അതിനിടയ്ക്ക് ചെറിയ വേറെ ചില വാക്കുകളുണ്ടായിരുന്നു. അതെനിക്ക് തോന്നി, അതാണ് ഞാൻ ചോദിച്ചത്. അല്ല, നിൻ്റെ കൂട്ടുകാരന് തോന്നിയതൊന്നും നിനക്കെന്നെ കണ്ടിട്ട് തോന്നിയില്ലേ? ഞാൻ അവനോട് ചോദിച്ചു. അവനത് കേട്ട് തല താഴ്ത്തി. ഡാ നിന്നോടാ, പറയടാ, ഞാൻ വീണ്ടും അവനോട് ചോദിച്ചു. അതൊക്കെ തോന്നുന്നുണ്ട്. ചിരിച്ചുകൊണ്ട് അവനത് പറഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു. അല്ലടാ, നീ എന്താ നിൻ്റെ കൂട്ടുകാരന് പൊതിഞ്ഞു കൊടുത്തത്? അത് തന്നെയാണോ? ഞാൻ അവനോട് ചോദിച്ചു. ആ അതും ചേച്ചി കണ്ടോ? ആ അത് തന്നെയാ. അല്ലടാ, അതിനവൻ കെട്ടിയതാണോ? ഏയ് അവൻ കെട്ടിയിട്ടൊന്നുമില്ല. അവൻ ഒരു ചമ്മലോടെ എന്നോട് പറഞ്ഞു. അല്ല പിന്നെ എന്തിനാ അവനത്? ഇനി വേറെ ആരെങ്കിലും ആയിട്ടാണോ? അതവൻ ഇന്ന് അവൻ്റെ അമ്മയുടെ വീട്ടിൽ പോകുന്നുണ്ട്, അതിന് മേടിച്ചതാ. ഏ അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ ഇതെന്താടാ, വല്ല ലഡുവും ജിലേബിയും വല്ലതുമാണോ? സത്യം പറയടാ, ആരാ ആള്? ആ ചേച്ചി, ഞാൻ പറഞ്ഞത് സത്യ, അതവൻ്റെ അമ്മായി തന്നെയാ. ഏ സ്വന്തം അമ്മായിയോ? അപ്പോൾ അമ്മായിയുടെ കെട്ടിയോനില്ലേ അവിടെ? ഇല്ല, അയാൾ ഗൾഫിലാ. ഇവനാണ് ഇടയ്ക്ക് പോയി ഒന്ന് സർവീസ് ചെയ്ത് വരുന്നത്. ഓഹോ,
അത് കൊള്ളാലോ. ആ അമ്മായിയുടെ ഒരു ഭാഗ്യം. ഞാൻ അവനെ നോക്കി ചെറു സങ്കടത്തിൽ പറഞ്ഞു. ഏ, അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? ചേച്ചിക്കും ആവശ്യമുണ്ടോ സർവീസ്? അവൻ എന്നോട് ചോദിച്ചു. അവനത് ചോദിച്ചതും ഞാൻ ഞെട്ടിപ്പോയി. ഉണ്ടെങ്കിൽ ഞാൻ അവനോട് പറഞ്ഞു. ഉണ്ടെങ്കിൽ ഞാൻ വന്നാൽ മതിയോ? അവൻ വളരെ സിമ്പിളായി എന്നോട് പറഞ്ഞു. എൻ്റെ ഉദ്ദേശം വിജയിച്ച സന്തോഷം എനിക്ക് അടക്കാനായില്ല. എന്നാ നീ ഇന്ന് വരുമോ? ഞാൻ അവനോട് ചോദിച്ചു. ആ, വരാലോ, അവൻ വളരെ കൂളായി പറഞ്ഞു. അല്ല ചേച്ചി, ഞാനും പൊതിഞ്ഞെടുക്കണോ ഒരു പൊതി? പോടാ, അതൊന്നും വേണ്ട, എനിക്കിഷ്ടമല്ല, നമുക്ക് പച്ചയിൽ മതി. അങ്ങനെ ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് അന്ന് വൈകുന്നേരം വീട്ടിലേക്ക് പോയി. അടുത്ത വീട്ടിൽ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് ഉമ്മയും കുട്ടികളും അവിടെയായിരുന്നു. ഞാൻ അവിടെ പോയി ഉമ്മയുടെ കയ്യിൽ നിന്നും വീടിൻ്റെ ചാവി മേടിച്ചു വന്നു. ഡി, പോവല്ലേ, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോകാം, ഉമ്മ എന്നോട് പറഞ്ഞു. ഇല്ലുമ്മ, ഞാൻ പോട്ടെ, എനിക്ക് നല്ല തലവേദന, ഞാനൊന്ന് പോയി കിടക്കട്ടെ എന്നും പറഞ്ഞാണ് ഞാൻ ഉമ്മയുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടത്. കുട്ടികൾ അവിടെയുള്ള കുട്ടികളുമായി കളിക്കുകയാണ്, അതുകൊണ്ട് അവരെന്നെ കണ്ടില്ല. വാതിൽ തുറന്ന് ഞാൻ അവനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അവൻ ചെറിയ പേടിയുണ്ടെങ്കിലും അവനെൻ്റെ പിറകെ വീട്ടിലേക്ക് കയറി. ഉമ്മയും കുട്ടികളും വരുമെന്നോർത്ത് പിന്നെ ഞാൻ ഒന്നും വൈകിപ്പിച്ചില്ല. ഞാൻ തന്നെ മുൻകൈ എടുത്ത് എല്ലാം അങ്ങ് ആരംഭിച്ചു. അന്നത് ഒരു തുടക്കമാണെങ്കിൽ പിന്നെ അത് ഞങ്ങൾ പതിവാക്കി.